ഹൈഫൈ സ്പീക്കർ വേഴ്സസ് സിനിമാറ്റിക് സ്പീക്കേഴ്സ് ഇതൊരു വലിയ സബ്ജക്റ്റാണ്. നിങ്ങൾക്ക് അത് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴാണ് ഞാൻ പറയുന്നതിനുള്ള വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവുക. കാരണം ഹൈഫൈ സ്പീക്കേഴ്സ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നിയർ ഫീൽഡ് അല്ലെങ്കിൽ മിഡ് ഫീൽഡ് ആയിരിക്കും. സിനിമാറ്റിക് സ്പീക്കർ എന്ന് പറഞ്ഞാൽ ഫോർ ഫീൽഡ് ആയിരിക്കും. അപ്പോൾ RLP റെഫറൻസ് ലെവൽ പോയിന്റ് ഒക്കെ ഒരുപാട് ദൂരെയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് സ്പീക്കേഴ്സിന് റെഫറൻസ് ലെവൽ ഫേസ് അലൈൻമെന്റും അധികം എളുപ്പമാണ്. സിനിമാറ്റിക് സ്പീക്കേഴ്സിന് ഇൻബിൽഡ് ക്രോസ് ഓവേഴ്സ് ഒന്നും വരുന്നില്ല. ഒരു പ്രൊഫഷണൽ തന്നെയാണ് അത് കൃത്യമായി അതിന്റെ ഡിസ്റ്റൻസും ഫേസ് അലൈൻമെന്റും അതുപോലെ തന്നെ ലെവലെല്ലാം അഡ്ജസ്റ്റ് ചെയ്യുന്നത്. ഹൈഫൈ സ്പീക്കേഴ്സ് എന്ന് വെച്ചാൽ മാനുഫാക്ചർ ചെയ്തേക്കുന്ന ഒരു സൗണ്ട് പ്രൊഫൈൽ അതിനുണ്ട്. അതിന് റൂം കറക്റ്റ് ചെയ്ത് കുറച്ചും കൂടി ഒന്ന് ആക്കാന്ന് പറഞ്ഞ ഒരു ഡിജിറ്റലൈസ്ഡ് പോലെയൊക്കെ നമുക്ക് തോന്നിക്കും. സിനിമാറ്റിക് സ്പീക്കേഴ്സിനാണെങ്കിൽ ആ വിധ പ്രശ്നങ്ങളൊന്നുമില്ല. എന്താണോ നമുക്ക് ആ ഇൻ റൂമിൽ വേണ്ടത് അതുപോലെ തന്നെ നമുക്ക് അച്ചീവ് ചെയ്യാനായിട്ട് എളുപ്പമാണ്. പിന്നെ സിനിമാറ്റിക് സ്പീക്കേഴ്സിന് റോൾ ഓഫ് ഒക്കെ വരുന്നതുകൊണ്ട് ലോങ്ങർ സെക്ഷനിലൊക്കെ ഇരുന്ന് നമുക്ക് ലിസൺ ചെയ്താലും യാതൊരുവിധ പ്രശ്നങ്ങളൊന്നും വരുന്നില്ല. ഹൈഫൈ സ്പീക്കേഴ്സിന് അതല്ല, ഒരു ഫാറ്റീഗ് ഒക്കെ തോന്നും. നമ്മൾ പവർ അല്ലെങ്കിൽ ഒരു മാക്സിമം ഒക്കെ എത്തിക്കഴിഞ്ഞാൽ ഫാറ്റീഗ് ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഡെഡിക്കേറ്റഡ് സിനിമയാണെന്നുണ്ടെങ്കിൽ സിനിമാറ്റിക് സ്പീക്കേഴ്സ് യൂസ് ചെയ്യാം. ഇനി അതല്ല ഒരു പാട്ട് കേൾക്കുകയാണ് അല്ലെങ്കിൽ ഒരു ബേസിക് 5.1 ലിവിംഗ് റൂമിലൊക്കെ ഇരുന്ന് കേൾക്കാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഹൈഫൈ സ്പീക്കേഴ്സ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ ഇത് രണ്ടിൻ്റെയും എക്സ്പീരിയൻസ് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ SH ഡിജിറ്റൽ മീഡിയയിലേക്ക് വരാം. അല്ലെങ്കിൽ ഇതിനെപ്പറ്റി കൂടുതൽ അറിയാനൊക്കെ ആണെന്നുണ്ടെങ്കിൽ നമ്മുടെ ബ്ലോഗ്സ് ഒക്കെ ഒന്ന് ചെക്ക് ചെയ്താൽ മതി.